നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട് വാട്സപ്പിലേക്കും മറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. ധാരാളം മെസ്സേജ് അയച്ചു മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ മോനെ, നമസ്കാരം. അമ്മയുണ്ടോ? ഹരി പത്തനാപുരം എന്ന് പറയും. അമ്മയുണ്ടോ അവിടെ? കൊടുത്തു. അമ്മയോട് സംസാരിക്കുന്നല്ലേ നല്ലേ? എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? ഹലോ അമ്മേ, ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാണേ. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറയാമേ? ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോ അമ്മേ മോന്റെ? മോനെ ഡേറ്റ് ഓഫ് ബർത്ത് പറ മോനെ. 3/11/94. സമയം 12:19 AM. 12:19 AM. മോനെ ചിത്ര നക്ഷത്രമാണോ? അതെ. ഓക്കെ മോനെ, ഇപ്പോ കുറച്ചൊരു തടസ്സങ്ങളുടെ ഒരു പീരീഡ് ആണ് കേട്ടോ. വെറുതെ നടക്കേണ്ടത് പോലും കുറച്ച് ഡിലേ വന്ന് പോകുന്ന മാതിരി പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അല്ല, ബിക്കോസ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അത് തന്നെയാണ്. പക്ഷെ അത് മാറും മോനെ. കുറച്ച് ഡിലേ വരുമ്പോൾ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക. നിങ്ങളുടെ സമയം ഇപ്പം നല്ല മോശം തന്നെയാണ്. കാരണം കയ്യിൽ കൊണ്ടുവച്ചിട്ട് ദാ റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടി പോകുന്ന മാതിരി പോകുന്ന ഒരു പീരീഡാണ്. ഈ 2024 ജനുവരി 9 മുതൽ ചെറിയൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി പോകുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ച് ഒരു അല്പം പോസിറ്റീവ് ആയിരിക്കും. ടെൻഷൻ ഒന്നും അടിക്കണ്ടപ്പാ. ഇപ്പോൾ വരുമാനമൊക്കെ കുറച്ച് മുട്ടി, ജീവിതത്തിൽ തന്നെ വല്ലാത്ത പ്രതിസന്ധികളാണ്, ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ തോന്നുന്ന ചില രീതികളാണ് ഇപ്പൊ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് നമ്മളെ മെന്റലി സ്ട്രഗിൾ ചെയ്യിക്കും. എബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് അടക്കം വന്നെല്ലാം ഓക്കെ ആയിട്ട് ഫൈനൽ മൊമെന്റിൽ അങ്ങോട്ട് പോവുമായിരുന്നു. അതെ, സമയം അങ്ങനെയാണ് മോനെ. പക്ഷെ അത് മാറാൻ വേണ്ടി പോവാണ് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നമുള്ള ഒരു പീരീഡിൽ നിന്ന് കുറച്ചുകൂടി അനുയോജ്യമായ ഒരു സമയത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാവുകയാണ്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഗുണകരമായ രീതികളിലേക്കൊക്കെ ജീവിതത്തിൽ എത്തിച്ചേരുന്നതിന് സാധിക്കും. ശരിക്കും ഭയങ്കരമായിട്ട് മാനസികമായിട്ട് മറ്റുമൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ട സമയമാണ് കടന്നുപോയത്. അതെ, ഇപ്പൊ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മോനെ, എന്റെ ഒരു അഭിപ്രായത്തില് മനസ്സുകൊണ്ട് പതറരുത്, പോസിറ്റീവായിട്ട് ഇല്ല സ്വപ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ ഒന്നിലോട്ടും പോകുന്നില്ല. സ്വപ്നങ്ങൾ വർക്കൗട്ട് ആക്കി എടുക്കാൻ സാധിക്കുന്ന വർഷത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ നമ്മൾ പോകുന്നിടത്ത് ആദ്യം കിട്ടുന്ന ജോലി ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും അത് കളയാതെ അവിടെ പിടിച്ചു നിന്നുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക. തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റീസ് ട്രൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. അല്ല, അങ്ങനെ തന്നെ നോക്കിക്കോളൂ മോനെ. അതാ ഞാൻ പറഞ്ഞ, കിട്ടുന്നത് ഏതാണെങ്കിലും അത് എടുക്കുക. നമ്മൾ ഇന്നതേ ചെയ്യൂ, ഇന്ന സ്ഥലത്തേ ചെയ്യൂ, അങ്ങനത്തെ ഉള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല. പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.